കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അത് PCOR ആണെങ്കിലും ശിക്ഷിക്കപ്പെടും. മനസ്സിലായോ? വലിയ തെറ്റല്ലേ അവൻ ചെയ്തത്. മാങ്കോട്ടെ എത്ര പെണ്ണുങ്ങളെ പഴപ്പിച്ചു? 2 കേസ് വന്ന് 2 കേസുകളിലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചിങ്ങനെ തുണിയും ജവളിയും പൊക്കി എല്ലാവരെയും കാണിച്ച് ഓടുകല്ലായിരുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കിട്ടും വിശ്വാസത്തെ കള്ളത്തരം കാണിച്ചവന്മാരെ. LDF ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഇത് അവർക്കൊരു പ്രചരണ ആയുധമാണ്. എന്നാ പ്രചരണമായിരുന്നു? ശബരിമലയിലെ അയ്യപ്പനെ കൊണ്ടുപോയത് എന്ത് ചെയ്യും? പിണറായിയിലേക്ക് എൻക്വയറി നീങ്ങുന്നത് കണ്ടപ്പം ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട തന്ത്രിയെ പിടിച്ചകത്തിട്ട് അത്രേ ഉള്ളൂ. കടകംപള്ളി എന്നെ അറസ്റ്റ് ചെയ്യാത്തേ? കടകംപള്ളി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സ് ഈരാറ്റുപേട്ടയിലാണ്. കേരള രാഷ്ട്രീയത്തിൽ മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വം. വിവാദങ്ങൾ കൊണ്ടും സജീവ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടും ശ്രദ്ധേയനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ശ്രീമാൻ PC ജോർജ്. കേരളത്തിലെ നാട്ടുകാരൊക്കെ പറയുന്നത് തന്നെ കുറേ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2ാം സ്ഥാനത്ത് വന്ന നിരവധി ഈ അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. 1ാം സ്ഥാനത്ത് വന്ന 2ാം സ്ഥാനത്ത് വന്നു. 2ാം സ്ഥാനത്ത് കുറേ ഉണ്ട്. അതൊക്കെ സ്വാഭാവികമായും ഓരോ MLA-മാരായിട്ട് വരാൻ സാധിക്കും. ഇത്തവണ വന്നേക്കും. പക്ഷെ പൊതുവിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും 2 ചിത്രമല്ലേ? അതായത് നിയമസഭാ ഇലക്ഷൻ്റെ പൊളിറ്റിക്കൽ തിങ്കിങ് അല്ലല്ലോ ലോക്സഭയിൽ വരിക. ഇതൊക്കെ പണ്ട് മുതൽ നമ്മളിവിടെ പറയുന്നതാണ്. ഇത് ഈ കാഴ്ചപ്പാടിനെയൊക്കെ തകിടം മറിച്ച് കളയും ഞങ്ങൾക്ക് പറയാനുള്ള വികസനമാണ്. മനസ്സിലായില്ലേ? NDA അല്ല BJP പറയുന്ന ഈ വികസനം. പ്രധാനമന്ത്രിയാണ് ഞങ്ങളെ നേതാവ്. മനസ്സിലായില്ലേ? മാതൃകയായിട്ട് ചൂണ്ടിക്കാണി അതാണ്. ഗുജറാത്ത് ഇപ്പം എന്തായി? ഒന്നുമില്ലായിരുന്നല്ലേ? മുഴുവൻ കോൺഗ്രസിൻ്റെ ഇപ്പം കോൺഗ്രസ് ഇല്ലെന്നായില്ലേ? അതായത് കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന സ്റ്റേറ്റിൽ ഇതെല്ലാം മുഴുവൻ ഇപ്പം മോദിജിയുടെ കയ്യിൽ പോയില്ലേ? നമ്മുടെ ബീഹാർ ഇലക്ഷൻ നടന്നപ്പം കെട്ടിവെച്ചത് കിട്ടുമെന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എല്ലാവരും. അല്ല, SIR-ന്റെ പ്രശ്നം ആരോപിക്കുന്നുണ്ട്. എന്നെ ആരോപിച്ചൊരു കാര്യമൊന്നുമില്ലല്ലോ. റിസൾട്ട് നോക്കിയാൽ മതി. 300 ചില വോട്ട് മേടിച്ച് ജയിച്ചു കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം വോട്ട് മോട്ടിച്ചതാണ്. ആ വിവരദോഷി എങ്ങനെ മൂളത്തരം പറയുന്നതിൻ്റെ അടുത്ത് തടഞ്ഞു നടക്കാതെ ചുമ്മാ വർത്താനം പറഞ്ഞു തോറ്റു ചോദിച്ചു വർത്താനം പോയിട്ട് കാര്യമുണ്ടോ? പക്ഷേ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും തിരിച്ച് ക്ലോസിലും നടന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരുമായിരുന്നു. അത് എന്നിട്ട് എന്ത് ഇപ്പോൾ അതവിടെ പോയി എന്നാണ്. ചുമ്മാ ഇതൊക്കെ മനുഷ്യന് മനസ്സിലാവുന്നേ. ഓരോരുത്തരുടെ സ്വഭാവം ജനത്തിന് അറിയാൻ പാടില്ല. ഇവൻ എവിടെ പോകുന്നു? ഒളിച്ചു പോകുന്നത് ഇവൻ എന്നെ ആരോപണമല്ലേ? ആരോപണമല്ല. അയാൾക്ക് എന്തോ ഒരു വേറെ 2 ബന്ധങ്ങളുണ്ടെന്നോ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളങ്ങനെ പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, അങ്ങനെ കേൾക്കും. ഞാൻ പറയുന്നില്ല. കുറേ പേഴ്സണൽ. അതും മാത്രമല്ല, നമുക്ക് അയാളുടെ സ്വകാര്യ ജീവിതമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. അങ്ങനെ സ്വകാര്യ ജീവിതമൊന്നും വേണ്ട ഒരുത്തനും. പൊതുപ്രവർത്തന സ്വകാര്യ ജീവിതവും മാന്യമായിരിക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഇതുവരെ MLA കണ്ടില്ലേ ജയിലിൽ കിടക്കുന്നു? അല്ല, ആ ഫാക്ടർ NDAക്ക് ഗുണം ചെയ്യുമോ LDFന് ഗുണം ചെയ്യുമോ? ആർക്കും ഗുണം ചെയ്യാലോ. പൊതുപ്രവർത്തകരുടെ മുഴുവൻ അഡ്രസ്സ് പോകും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ലൈം ലൈറ്റിൽ നിൽക്കുകയാണ്. വളരെ മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് NDAക്ക് ഗുണം ചെയ്യുമോ LDFന് ഗുണം ചെയ്യുമോ? NDAക്കായിരിക്കും ഇതിൻ്റെ എല്ലാം ഗുണം വരുന്നത്. LDF ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഇത് അവർക്കൊരു പ്രചരണ ആയുധമാണ്. എന്നാ പ്രചരണമായിരുന്നു? ശബരിമലയിലെ അയ്യപ്പനെ കൊണ്ടുപോയത് എന്ത് ചെയ്യും? സ്വർണ്ണപ്പാളി LDF. അയ്യപ്പനെ തന്നെ കൊണ്ടുപോയെന്ന് ആർക്കറിയാം? അയ്യപ്പൻ ഒറിജിനൽ ആണോ എന്നാണോ? സംശയമുണ്ട്. തർക്കമൊന്നും എനിക്ക് സംശയമുണ്ട്. എന്നെ വിളിച്ചു നോക്കുന്നില്ല. ശബരിമലയിൽ നിലവിലിരിക്കുന്ന ബിംബം പ്രതിമ ഒറിജിനൽ ആണോ എന്ന് PSC ആർക്കറിയാം? നമ്മളെ കൊണ്ടുപോയി കാണുമെന്നാണ്. മുഴുവൻ കൊള്ളയടിച്ചു പോയില്ലേ? എത്ര 1000 കോടി രൂപയുടെ മോഷണം നടന്നിരിക്കുന്നത്. ഇത് അവർ പരസ്പരം ആരോപിക്കുന്നുണ്ട്. LDF അതാ രണ്ടും കൂടെ ആരോപിച്ചു. രണ്ടും കൂടെ കണ്ടു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ് വന്നു. കമ്മ്യൂണിസ്റ്റ് വന്നത് കമ്മ്യൂണിസ്റ്റ് ദേവസ്വം ബോർഡ് വന്നു. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും ഒരുമിച്ചിരുന്ന് കെട്ടു. എല്ലാവർക്കും അറിയാം. രണ്ടും കണ്ടിട്ടുണ്ട്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കെട്ടു. വിശ്വാസത്തെ കള്ളത്തരം കാണിച്ചവന്മാർ. അവിടെ മാത്രമാണോ? നമ്മുടെ കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്വർണ്ണ ശേഖരമുള്ള മുഴുവൻ ക്ഷേത്രങ്ങൾ പരിശോധിക്കേണ്ട കാലമായി. അല്ല, ഇതിനകത്ത് വേറൊരു എക്സാമ്പിള്. പണ്ട് നമ്മൾ ഈ ശബരിമലയിലെ കേസ് ഈ പോറ്റി കൊണ്ടുപോയി നാളെ നിലവിൽ അവസാനം കിട്ടുന്ന റിപ്പോർട്ട് മറ്റേ താഴ്മൺ ഫാമിലിയിലെ അല്ലല്ല, അത് പിണറായി വിജയൻ വരെ അതിന് പങ്കാളിത്തമുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായി. ഈ കണ്ഠര് രാജീവരുടെ കേസിൽ ഇപ്പം പിടിച്ചിരിക്കുന്നത് തന്നെ വലിയാടാണോ? കണ്ഠരരെ അറിയാവോ? അങ്ങനെ തന്ത്രിയാ.
അയാൾക്ക് അവിടെ സ്വർണ്ണപ്പിളയായിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ അവിടെ ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നത്. അവിടെ പൂജ ചെയ്യാം, കഴുകം മേടിക്കാം, ഈ കയ്യിരുത്തം മേടിക്കാം എന്നുള്ളതല്ല അയാൾക്ക് വേറെ അവകാശമില്ല. അയാൾ ഇവന് സ്വർണ്ണപ്പാളി പറിക്കാൻ പോകും. അതാണ് അതിൻ്റെ ആവശ്യമില്ല. അത് സ്വർണ്ണപ്പാളി അയാൾ പറിക്കാന്നൊക്കെ ദേവസ്വം ബോർഡല്ലേ. ദേവസ്വം ബോർഡിന് അനുവാദമില്ല, സ്വർണ്ണപ്പാളി തൊടാൻ പറ്റുകയല്ലോ. അപ്പോൾ ഇവർ നമ്മളെ കൂട്ടുകച്ചവടം എന്ന് പറയുന്നത് അവർ എന്നെ കൂട്ടുകച്ചവടം ചുമ്മാ. അത് പിണറായിയുടെ കയ്യിലേക്ക് എൻക്വയറി നീങ്ങുന്നത് കണ്ടപ്പം ജനങ്ങളെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പാവപ്പെട്ട തന്ത്രിയെ പിടിച്ചകത്തിട്ടിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ തന്ത്രി അത്രേ ഉള്ളൂ. പിണറായിയാണ് പ്രതി. പിണറായിലേക്ക് എങ്ങനെ വരുമെന്നാണ് VC പറയുന്നത്. കടകംപള്ളി എന്നെ അറസ്റ്റ് ചെയ്യാത്തേ. കടകംപള്ളി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതെ, തെളിഞ്ഞല്ലോ. എന്നെ അറസ്റ്റ് ചെയ്യാത്തേ? പേടിക്കേണ്ട, അറസ്റ്റ് ചെയ്യും, എല്ലാത്തിനും പിടിക്കും. കേന്ദ്ര ഏജൻസി അന്വേഷിക്കും. ഇപ്പോൾ കോടതിയുടെ ഇടപെടലുള്ളതുകൊണ്ട് കോടതിക്ക് ഇപ്പോൾ വിവരം മനസ്സിലായി വരുന്നുണ്ട്. കോടതി തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ പറയും. ഞങ്ങളതിന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം പിടിച്ചകത്തിരിക്കും. അല്ല, കേന്ദ്ര ഏജൻസി അന്വേഷിക്കുമെന്ന് നമ്മൾ പറയുമ്പോഴേ ഈ പിണറായിക്കെതിരെ ഏറ്റവും അധികം വന്നുകൊണ്ടിരിക്കുന്ന ആരോപണമാണ് മറ്റേ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട. അതിനകത്തൊന്നും ഒരു കേന്ദ്ര ഏജൻസി ഇതുവരെ ഇടപെട്ടിട്ടില്ല. അതിന് വ്യത്യാസമുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന ഭരണപരമായ പ്രശ്നമാണ്. അത് ഭരണപരമായ കാര്യം എന്നിട്ട് ചെയ്തതാണെന്ന് പറയാം. ഈ ശബരിമല അങ്ങനെയല്ല, മോഷണമാണ്. എൻ്റെ ഡിഫറൻസ്, അതാണ് വ്യത്യാസം. അല്ല, കേരളത്തിൽ ഏതെങ്കിലും പെട്ടിക്കടയിൽ 10 രൂപ അധികം കച്ചവടം നടന്നാൽ എൻ്റെ കാരണം അന്വേഷിക്കുന്ന ഏജൻസികളൊക്കെ ഉണ്ട് കേന്ദ്രത്തിൽ. അന്ന് പക്ഷേ പിണറായിയുടെ കേസിൽ ഇതുവരെ ചോദ്യം ചെയ്തു. അത് നിങ്ങൾ കേന്ദ്രവിരുദ്ധ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്ന. അല്ല, പിണറായിയുടെ കേസാണ്. ഞാൻ പിണറായി വിരുദ്ധനും ആവണ്ടേ? അങ്ങനെയാണ്. പിണറായി വിരുദ്ധനാകണ്ട. നിങ്ങൾക്ക് പിണറായിയുടെ സ്നേഹം കൂടുതൽ കാണാൻ കൊല്ലംകാരനല്ലേ? അത് വരാം, അങ്ങനെ വരാല്ലേ? അതുകൊണ്ടല്ലോ ഇന്നലെ പിണറായിയെ ഈ കേന്ദ്ര ഏജൻസി തൊട്ടിട്ടില്ല. തൊടണ്ടപ്പോൾ തൊടാവുന്ന പോകുന്ന നിങ്ങൾ കരുതണ്ട. ഇപ്പം ചത്തിട്ടില്ലല്ലോ, പിടിച്ചോളൂ. ഉറപ്പാണ്. ഇപ്പം എന്നെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? അധികാരത്തിൽ ഇറങ്ങാൻ നോക്കിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ വരുന്നേ. കാരണം അങ്ങനെ മൂട്ടിച്ച പിടിച്ചിരിക്കും. പിന്നെ അപ്പോൾ ഈ മാങ്കൂട്ടത്തിൽ കേസും മാങ്കൂട്ടം എത്ര പെണ്ണുങ്ങളെ പഴപ്പിച്ചു? 2 കേസ് വന്ന് 2 കേസുകളിലും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം മേടിച്ചിങ്ങനെ തുണിയും ജവളിയും പൊക്കി എല്ലാവരെയും കാണിച്ച് ഓടുന്നില്ലായിരുന്നു അവൻ. ഇപ്പം എന്ത് ചെയ്യും? അവന് ഇനി ഒരു 5 കൊല്ലത്തേക്ക് ഇറങ്ങി തരാം. അകത്തായി. ദൈവം വലിയവനാണ്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും. അത് PCOR ആണെങ്കിലും ശിക്ഷിക്കപ്പെടും. മനസ്സിലായോ? വലിയ തെറ്റല്ലേ അവൻ ചെയ്തത്. അവനിപ്പോൾ എത്തിക്സ് കമ്മിറ്റി കൂടിക്കൊണ്ട് അവൻ്റെ നിയമസ്വാഭാവികം ക്യാൻസൽ ചെയ്യാം. പിന്നെ അങ്ങനത്തെ ക്യാൻസൽ ചെയ്യാം. PC ജോർജിനോടൊപ്പമുള്ള രാഷ്ട്രീയ വർത്തമാനം തുടരും അടുത്ത ഭാഗത്തിൽ. താങ്ക് യു.